ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇരുട്ടുള്ള രാത്രിയിൽ നാം തനിച്ച് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വെളിച്ചം പകർന്നു നൽകുന്നത് വഴിവിളക്കുകളാണ്. എന്നാൽ പ്രിയമുള്ളവരെ, എല്ലാ വഴിവിളക്കുകളും എപ്പോഴും തെളിഞ്ഞു നിൽക്കണം നിർബന്ധമില്ല. ചില വഴിവിളക്കുകൾ അന്ധകാരം കയറി വരുമ്പോൾ ഒരുപക്ഷെ കെട്ടുപോയേക്കാം. പക്ഷേ കെടാത്ത ഒരു നിത്യപ്രകാശമുണ്ട്. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലൂടെ പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകും. അന്ധകാരം നിറഞ്ഞ ലോകത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിത്യപ്രകാശമായിരിക്കുന്ന ക്രിസ്തുവിനെ മുറുകെ പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. വഴിവിളക്കുകൾ അണഞ്ഞു പോയാലും ക്രിസ്തുവാകുന്ന കൈവിളക്ക് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അവൻ നമുക്ക് ദുർഘടമായ വഴികളിൽ വെളിച്ചം വീശുന്ന നിത്യനാഥനാണ്. അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ വീണ്ടും വരും. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.